നിർത്തിയിട്ടിരിക്കുക വണ്ടി. ആദ്യം എന്ത് ചെയ്യണം? അതെല്ലാം വിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് നമ്മൾ മിറർ കറക്റ്റ് ചെയ്ത് എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട്. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുക, മുന്നോട്ട് എടുക്കാനായിട്ട് പോവുക. എന്ത് ചെയ്യണം? ആദ്യം ഫസ്റ്റ് ബ്രേക്കിൽ കാല് വെച്ച് ക്ലച്ച് ഫുള്ളി ഔട്ടി. എന്നിട്ട് എന്ത് ചെയ്യണം? ഏത് ഗിയറിൽ ഇടണം? ഫസ്റ്റ് ഗിയറിൽ ഇട്. ഇനി എന്ത് ചെയ്യണം? ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ഇനി എന്ത് ചെയ്യണം? ഇനി ഒരു കാര്യം, മെയിൻ ആയിട്ടുള്ള കാര്യം മറന്നുപോയിരിക്കുക. എന്ത്? അതിനുശേഷം എന്ത് ചെയ്യണം? വണ്ടി വരുന്നുണ്ടാന്ന് നോക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? ക്ലച്ചിന്ന് കാല് റിലീസ് ചെയ്യണം. പതുക്കെ കാല് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിലാക്കുക. ഫീല് വന്നില്ല. ഇനി ബ്രേക്കിന്ന് കാലെടുത്ത വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങും. മൂവ് ചെയ്തണ്ട? മൂവ് ചെയ്തില്ലേ? എന്താ മിടുക്കിയായിട്ട് റൈറ്റ് തിരിച്ചതും ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്ന് നേരെയാക്കിയതും. ഇനിയിപ്പോ ധൈര്യത്തെ രണ്ടാമത്തെ ഗിയർ എല്ലാം ഇടുമല്ലോ, ഉറപ്പല്ല. ഈ ഇറങ്ങി നിരപ്പായി കിട്ടുമ്പോ രണ്ടാമത്തെ ഗിയർ ഇട്ടും. പിന്നെ വേഗത കൂടുതലാണെങ്കിൽ, ആതിരയുടെ കയ്യിൽ സ്റ്റിയറിംഗ് നിൽക്കുന്നില്ലെങ്കിൽ ബ്രേക്കിലും ക്ലച്ചിലും വന്ന് തന്നെ വണ്ടി ഇറങ്ങുക. ഇല്ല, ആതിരക്ക് നല്ല എക്സ്പീരിയൻസ് ആയി, സ്റ്റിയറിംഗ് കുഴപ്പമൊന്നുമില്ല, എത്ര സ്പീഡിൽ പോയാലും കൺട്രോൾ ചെയ്യാൻ പറ്റും. ആക്സിലേറ്റർ കാല് വെച്ച് തന്നെ പോയിക്കോ, ഒരു കുഴപ്പമില്ല. ഇപ്പൊ ബ്രേക്ക് താഴുന്നതനുസരിച്ച് ക്ലച്ച് താന്നോണം. അങ്ങനെയുണ്ട്. കാരണം വണ്ടിയുടെ വേഗത കുറയുന്നതനുസരിച്ച് ക്ലച്ചും കൂടെ സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇഞ്ചിനും ഗിയർ ബോക്സുമായിട്ടുള്ള പിടുത്തം വിട്ടിട്ട് വണ്ടി ഇടിച്ചിടിച്ച് ഓഫായി പോകും. അതിന് ഇടയ്ക്ക് എന്നോട് പറയത്തില്ലേ ജെർക്കിന്ന് എന്താന്ന്? അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ക്ലച്ച് കരിയുന്നത് നമ്മൾ ഒരുപാട് അതിൽ തന്നെ നമ്മൾ ചവിട്ടി പിടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ക്ലച്ച് കരിയുന്നത്. ക്ലച്ചിൽ തന്നെ നമ്മൾ ചുമ്മാ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ക്ലച്ച് പ്രസ് ചെയ്ത് പിടിച്ചെന്ന് വിചാരിച്ചോ, അപ്പോഴും സംഭവിക്കും. ഇങ്ങനെയല്ല, റണ്ണിങ്ങിൽ നല്ല സ്പീഡിൽ ഓടത്തില്ല, അപ്പോഴേ കരിയത്തുള്ളൂ. പഠിക്കുമ്പോ ഒരുപാട് നമുക്ക് നഷ്ടങ്ങൾ വരും വണ്ടിയിൽ. അതൊന്നും നമ്മൾ ആലോചിച്ച് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. ക്ലച്ച് വെട്ടി സെക്കൻഡ് ആക്കിക്കോ, കുഴപ്പമില്ല. ധൈര്യത്തിൽ ഇട്ടോ, ഞാനുണ്ട് കൂടെ. ധൈര്യത്തിട്, അതൊന്നും നോക്കണ്ട. ക്ലച്ചിൽ നിന്ന് പൂർണ്ണമായിട്ടും കാലെടുത്തേര്, പെട്ടെന്ന് എടുത്തേര്. ധൈര്യത്തോ, ഇത്രയുള്ള കാര്യം. ഓക്കെ അല്ലേ? ഇത്രയുള്ള കാര്യം. അതിനെ കൊണ്ട് ഇത് പറ്റും. പക്ഷെ അതിനെ സ്വയമേ തന്നെ മനസ്സിൽ ടെൻഷനും പേടിയും എല്ലാം വെച്ചിരിക്കുവാണ്. അതുകൊണ്ടാണ് അതിനൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതെല്ലാം എടുത്ത് കറിവേപ്പില കളയുന്ന പോലെ ഒറ്റ എറിയാവാം, ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഒരു വണ്ടി ഓപ്പോസിറ്റ്, അതിനെ പേടിച്ചാ ഇല്ല. ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഒതുക്കി നിർത്ത്, ഒതുക്ക്, ധൈര്യത്തെ ഒതുക്ക്. ഓക്കെ അല്ലേ? ന്യൂട്രലാക്കിയിട്ട് ഫസ്റ്റ് ഇട്ട് വീണ്ടും ഇടുക.